ഇപ്പോൾ അറിയാൻ കഴിയുന്നു നാനോ വഴി പുതിയ ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു 4th സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല എന്ന് വിചാരിച്ച് പാലിയേറ്റീവ് കെയറിലോട്ട് പോകുന്ന രോഗികൾ ഒത്തിരിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്, നാനോ ടെക്നോളജി. അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗികളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ക്യാൻസർ നാനോ ടെക്നോളജി, നാനോ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയയാണ് അതിപ്പോൾ ഡെവലപ്പ് ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ പല പല ഏരിയാസ് തന്നെ അതിലുണ്ട്. ഇതിനോട് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഡെൻഡ്രിമേഴ്സ് എന്ന് പറയും. ഡെൻഡ്രിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാനോ റോബോട്ടാണ്. നാനോ റോബോട്ട് എന്ന് പറഞ്ഞാൽ 10 നമുക്ക് കാണാനേ പറ്റൂല. ഇപ്പം എന്താണ് നാനോ ഡയമണ്ട് വരും, നമ്മുടെ ബോഡിക്ക് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നാനോ ഗോൾഡൊക്കെ കൊണ്ട് അത് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ഓരോ ഒരു മുള്ളലി പോലത്തെ ഇങ്ങനെ ഒരു ഹെഡ്ജ് ഹോഗ് പോലത്തെ ഇങ്ങനെ ഒരു മുള്ളമ്പത്തി പോലത്തെ ഒരു നാനോ ബോട്ട് എന്ന് പറയും, നാനോ റോബോട്ടാണ്. പോലത്തെ അതിന് ഓരോരോ സ്പൈക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു സ്പൈക്കിൽ ഫോളിക് ആസിഡ് റിസപ്റ്റർ വെച്ചിട്ടുണ്ട്, വേറെ സ്പൈക്കിൽ ക്യാൻസർ ആൻറ്റി ക്യാൻസർ ഡ്രഗ്, പല പല ഡ്രഗ്സും ഉണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ബോഡിയിൽ ഇത് ഏകദേശം 10,000 കണക്കിന് നാനോ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ബയോ കമ്പാക്റ്റബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു സാധാരണ ഇഞ്ചെക്ഷൻസ് മാത്രമേ ഉള്ളൂ നാനോ ഇഞ്ചെക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്തിട്ട് ഇത് നമ്മൾ ബോഡിയിൽ എവിടെയാണ് ക്യാൻസർ ഉള്ളത് അവിടെ പോയിട്ട് ഓരോ ക്യാൻസർ കോശങ്ങൾക്കും ഈ ഫോളിക് ആസിഡിന് ഭയങ്കര അഫിനിറ്റിയാണ്. അതിൽ കറക്റ്റ് വന്ന് അതിൽ വന്ന് കടിച്ചിരിക്കും. അതിൻ്റെ ഒരു ഫുഡാണ് ആക്ച്വലി ആ ഫോളിക് ആസിഡ് കറിയും. കറക്റ്റ് ആ ക്യാൻസർ കോശങ്ങളെ മാത്രം സെല്ലാണ് കോശങ്ങൾ, ആ ക്യാൻസർ കോശങ്ങൾ തൊട്ടടുത്ത ക്യാൻസർ ഡ്രഗാണ് അതിനങ്ങ് കൊല്ലും.